ശരിക്കും ആരാന്ന് മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്നാ ശരി. ഫസ്റ്റത്തെ ചോദ്യം ചോദിച്ചാൽ ആരാന്ന് മനസ്സിലായി. ഇറങ്ങിപ്പോടെ, പോയിട്ട് വല്ല പഠിക്കും പോണോ. ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. ഭയങ്കര കച്ചറയാണ്. ഓക്കെ, താങ്ക് യു. നോർമലായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന കണ്ടന്റ് ആണ് അമ്മായിമ്മ വരുന്നത്. പക്ഷെ ഇത് വേറൊരു പ്രതലത്തിലാണ്. അതാണ് ഐഡിയ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ഇടി കൊണ്ടായിരുന്നോ അങ്ങോട്ട് ഇങ്ങോട്ട്? ആ പ്രതികാരം ഞാൻ തീർക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. ഒരു പെണ്ണ് പോയ സെറ്റായിരിക്കും എനിക്കോട് മിക്ര ചെയ്ത്. എനിക്ക് നാണല്ലോ, ഞാൻ പോയിട്ട് അവിടെ നിന്നിട്ട് മുന്നാലിരുന്ന് പേസുമ്പോ സൈലന്റ് ആയിരിക്കണം. ഞാൻ തന്നെ വിജയ് വന്നു, സത്യം വന്നു, എല്ലാം ദൃശ്യ. മുമ്പിലിരുന്ന് കൂവി വിളിച്ച കൂട്ടത്തിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. പെയിന്റ് പണിക്കാരൊക്കെ പോണല്ലേ വൈകുന്നേരത്തെ നിങ്ങൾ അങ്ങോട്ട് പോയി പിന്നെ അവിടെ നിന്ന് വളച്ചു വീഴ്ത്തിയതാ. എനിക്കിഷ്ടായി. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തത് ചോദിച്ചത്. അല്ലടോ മറ്റേ അച്ചുവേട്ടനൊക്കെ ആളായോ, ഓർക്കൊക്കെ വേറെ ലൈനായി പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്ന്. എൻട്രൻസ് കോച്ചിങ്ങിന് അങ്ങനെ ചേർന്നപ്പോഴാണ് ഈ ഫ്രണ്ട് ഇത് പറഞ്ഞു. എൻട്രൻസോ കോച്ചിങ്ങിന് പോയി എന്നുള്ളൂ, കിട്ടിയില്ല. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവിടെ പോയി മൂപ്പരെടുത്ത് പറഞ്ഞു. അപ്പൊ മൂപ്പര് ആ ലൈൻ ഞങ്ങൾ ഒഴിവാക്കി. ഏതാണ്ട് ബെറ്റർ നോക്കിയപ്പോ ചെറുപ്പം കാണാൻ തോന്നിട്ട് ഇവർക്ക് അറിയില്ല, എപ്പോഴും അറിയില്ല എങ്ങനെ ഞങ്ങൾ പ്രേമത്തിലായിന്നോ. പക്ഷെ 5 വർഷം എന്നൊക്കെ പറഞ്ഞു. അമ്മ ഇവിടെ അപ്പൊ ഈ വീട്ടിൽ എന്താന്നറിയില്ല. മലയാള ആർക്കും വേണ്ട. മലയാള സിനിമ ഞങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ നിങ്ങൾ നിർത്തലാക്കിയ മറ്റേ പൊടിമില്ല കാരണം ഏറ്റെടുക്കാൻ. അത് നല്ലൊരു വന്നൂടെ. എന്താ പറയുക, TV ഓഫ് ചെയ്ത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഒരു ചിരി ഇരുചിരി ബെമ്പർ ചിരിയിലെ സൂപ്പർ താരങ്ങളായിട്ടുള്ള ദൃശ്യയും ജോത്സനയാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. നിങ്ങളുടെ വലിയ ഫാനാണ് ഞാൻ. നിങ്ങളുടെ ഈ കോഴിക്കോട് സ്ലാങ്, ടൈമിങ്, അതിൻ്റെയൊക്കെ അത് ചെയ്യാൻ അത്ര എളുപ്പമല്ല സ്റ്റേജിൽ. ഞാൻ നിങ്ങളുടെ കുറേ സ്കിറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഈ ഗോൾഡൻ ബമ്പർ അടിച്ചിട്ടുള്ള ആ ഒരു സ്കിറ്റിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊരു പ്രത്യേക ശരീരഭാഷയൊക്കെ ഉള്ള, അതായത് അമ്മായിമ്മയും മരുമകളും ബോക്സിംഗ് റിങ്ങിൽ ഏറ്റുമുട്ടുന്ന ഒരു ഐഡിയ ഉള്ളതാണ്. അതിന്റെ എപ്പിസോഡ് മുഴുവനും യൂട്യൂബിലായിട്ട് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അത് നിങ്ങളുടെ ജഡ്ജ്മെന്റിന് ശേഷം ഒക്കെ ആളുകൾ കാണുന്നു. ഒരുപാട് കമന്റ്സ് അതിനിടയിൽ വരുന്നു. വളരെ ഇമോഷണൽ ആയ മൊമെന്റും കൂടിയാണ് ആ സ്കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോൾഡൻ ബമ്പർ അടിച്ച ആ ദിവസം അതൊന്ന് മൊത്തത്തിൽ എന്നോട് പറയും. അത് ഒരു ദിവസത്തിലുള്ളതല്ല, അത് കുറച്ച് ദിവസങ്ങളുടെ കഷ്ടപ്പാടാണ്. 4-5 ദിവസം നമ്മള് ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഗ്രൂമർ ഉണ്ട്. വിഷ്ണുവേട്ടനാണ്. വിഷ്ണുവേട്ടന്റെ ഐഡിയ ആണ് ഈ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഒരു. നോർമലായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന കണ്ടന്റ് ആണ് അമ്മായിമ്മ മരുമകൾ വഴക്ക് എല്ലാത്തിലും ഉള്ളത്. പക്ഷെ ഇത് വേറൊരു പ്രതലത്തിലാണ്. അതാണ് ഐഡിയ. ഞങ്ങളുടെ അവിടുത്തെ ഭാഷ നിങ്ങൾ വേറെ പ്രതലത്തിലേക്ക് കൊണ്ടുവരും. അല്ല നിന്നെ കൊണ്ടൊക്കെ പറയാൻ അപ്പൊ അങ്ങനെ അത് വേറൊരു ഐഡിയ ആണുള്ളത്. കാരണം അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഈ പോര് തീർക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് തീരുമാനിച്ചതായി ഇവരെ ബോക്സിങ്ങിലൂടെ ഇവർ ആര് ജയിക്കുന്നോ അവർ ജയിച്ചത്. അങ്ങനെയാണ് അത് പോകുന്നത്. അവൻ പോയപ്പം പുള്ളിയാണ് നമുക്ക് അതെല്ലാം സെറ്റാക്കി തന്നത്. ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയാ ഒരു വഴിത്തിരിവായ ഒരുപാട് കമന്റ്സ്, ഒരുപാട് പേര് വിളിച്ചു. നമ്മളെ അംബിക മാം നമ്മളെ നമ്പർ മഴവില് വിളിച്ച് രണ്ടുപേരെയും വിളിച്ചു. എന്നിട്ട് ആരെ പ്രാങ്ക് ചെയ്തിട്ട് ഹലോ ഞാൻ അംബിക നമ്മള് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒന്നാമത്തെ പ്രാങ്ക് കിട്ടുന്ന. അപ്പൊ പുള്ളിക്കാരി ഇങ്ങോട്ട് പറയാ എന്നെ മനസ്സിലായോ, തമിഴായിട്ടാ പറഞ്ഞ ഞാൻ രാജാവിന്റെ മകനിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോ അയ്യോ മാഡം അങ്ങനെയൊന്നും പറയില്ലേ, നമ്മള് കാണുന്നല്ലേ. പക്ഷെ കാണാറുണ്ട്. അപ്പൊ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്പർ ചെയ്ത് രണ്ടുപേരെയും വിളിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അത് അതിൽ ആ ശരീരഭാഷ ഇല്ലേ, ആ എടീ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ കിട്ടിയ ആ സാധനം? അത് ഒന്നാമത് പ്ലേ ചെയ്ത് വന്നപ്പോൾ ഉള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ രഞ്ജിത്ത് സാറ് പറഞ്ഞു, ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത സമയത്ത് സ്കിറ്റ് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചുമ്മാ എന്തെങ്കിലും സാധനം വരുമ്പോൾ
അത് പ്ലേ ആക്കി അങ്ങനെ എടുക്കും, വെറുതെ ചുമ്മാ എടുക്കും. അപ്പം സാറിന് അത് ഇഷ്ടപ്പെട്ടു. സാർ പറഞ്ഞു അത് കണ്ടിന്യൂ, അത് മൊത്തത്തിൽ അങ്ങനെ എടുക്കുക, അങ്ങനെ തന്നെ പോട്ടെ. അതിലാണ് അങ്ങനെ. പിന്നെ നമ്മൾ ആ ബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ആയിട്ടാ കാണിക്കുന്നത്, ഇടിയൊക്കെ കിട്ടിയിട്ട്. അപ്പോഴേക്ക് ക്ഷീണം വേണമല്ലോ. അപ്പം ആ ഒരു ക്ഷീണം കൂടെ വരുന്ന ബോഡി ലാംഗ്വേജ് ആക്കിയിട്ടാണ് അങ്ങനെ ചെയ്ത്. ഇടി കൊണ്ടായിരുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഇടി കൊള്ളാനൊക്കെ കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ തലേന്നെന്തോ തലേന്ന് ഇടിച്ചിട്ട് ഇവള് ആ പ്രതികാരം ഞാൻ തീർക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. ഇടിച്ചിവിടെ അതുകൊണ്ട്, കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാ. അല്ല ഇത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ, നമ്മളിതൊന്നും ഇട്ടിട്ടില്ലല്ലോ. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ്, ഇത് ഇങ്ങനെ തന്നെ വെക്കട്ടെ. കഷ്ടപ്പാടാണ്. എന്നിട്ട് അതിൻ്റെ അത് പറഞ്ഞല്ലോ ഫുൾ എപ്പിസോഡ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചു. കാരണം സീസൺ 2 തുടങ്ങിയിട്ട് നമ്മുടെ മൂന്നാമത്തെ സ്കിറ്റാ. നമ്മളെ കോംബോ വന്നിട്ട് മൂന്നാമത്തെ സ്കിറ്റാ. ഫസ്റ്റ് ഒരു 15, പിന്നെ ഒരു ബമ്പർ, പിന്നെ വരുന്നത് ഈ സ്കിറ്റാ. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം 3 വർഷമായിട്ട് ഓരോരുത്തരൊക്കെ ബമ്പർ ഗോൾഡൻ അടിക്കുന്നു. അപ്പൊ പിന്നെ അധികം ജെൻസ് ആണ് അധികം, ലേഡീസ് ആരും അടിച്ചിട്ടില്ല. ഞങ്ങളാണ് ഫസ്റ്റ് ടീം. ലേഡി പേരിൽ ഞങ്ങള് ചുമ്മാ അവിടുന്ന് എന്തൊക്കെയോ കൗണ്ടർ പറഞ്ഞു. മഞ്ജു ചേച്ചി നടന്നു വരുന്നു, മഞ്ജു ചേച്ചി പറയുന്നു. ഞങ്ങൾ സാധാ സംസാരിക്കുക. ഇവിടെ കുറച്ചും കൂടെ ഫോർമലായി പോകണ്ടോന്ന് എനിക്കൊരു സംശയം. അതെ, കോഴിക്കോട് ഭാഷ ഞങ്ങൾ വിട്ടു പോകുന്നുണ്ട്. ഞങ്ങൾ സാധാരണ സംസാരം കോഴിക്കോട് ഭാഷയിലാണല്ലോ പറയുന്നത്. അപ്പൊ ഇവള് കുറച്ചുകൂടി നന്നായി സംസാരിക്കും. എപ്പോഴും ഞാൻ പറയും ഇന്നിനെങ്ങനെ സെറ്റപ്പ് ആക്കി. അപ്പൊ ഇപ്പോഴോ അത് ഞാൻ പിന്നെ ക്യാമറ കോഴിക്കോട് സംസാരിക്കുന്നോണ്ട് വിഷയമൊന്നുമില്ലല്ലോ. പറയേണ്ടത്. അപ്പൊ മഞ്ജു ചേച്ചി ഇങ്ങനെ നടന്നു വരിക. അപ്പൊ ഞങ്ങൾ വെറുതെ സാധാ പറയുന്ന പോലെ തന്നെ എങ്ങനെ പറയാ, ആ മഞ്ജു ചേച്ചി വരുന്നുണ്ട്, മഞ്ജു ചേച്ചി ഒന്ന് ഇടിക്കണം. അപ്പൊ ഇവിടെ ഏതായാലും വരില്ല, ഗോൾഡൻ ബസർ അടിച്ചിട്ട് പൊട്ടി. അപ്പൊ അത് ഭയങ്കര മൊമെന്റ്. മഞ്ജുജി കരയുന്നു, മഞ്ജുജി നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്തു ആ മൊമെന്റ്. മഞ്ജുജിയും നിങ്ങളെ കാണുന്ന മഞ്ജുജിയുടെ ഒരു പണ്ടത്തെ കാലം ആ ഒരു വൈബിലാണ്. നമ്മള് പറഞ്ഞാൽ മഞ്ജു ചേച്ചി കരയും. ഇന്നും ഭയങ്കരമായിട്ട് ഭയങ്കര ഫീൽ ചെയ്ത് കെട്ടിപ്പിടിച്ച് ഞങ്ങൾ നല്ല രസമായിട്ട്. എങ്ങനെ പോകുന്നു ഈ ഒരു ബമ്പർ ജീവിതം? ബമ്പർ ജീവിതം എന്ന് പറഞ്ഞാല് നമുക്കൊരു 3-4 ദിവസം ഭയങ്കര കഷ്ടപ്പാടാ. കാണുമ്പോ എളുപ്പമായിരിക്കും, നമ്മൾ ഒരു 4 മിനിറ്റ് സ്കിറ്റ് അല്ലെ 5 മിനിറ്റ് സ്കിറ്റ് ചെയ്യുമ്പോ. പക്ഷെ അതിന്റെ ബാക്കിൽ എല്ലാരും വർക്ക് ചെയ്യുന്നു. എല്ലാരും വർക്ക് ചെയ്യാ. അതിലെ കൗണ്ടറുകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സാറ് പറയും. അപ്പൊ നമ്മൾ മാറ്റുന്നു, നമ്മൾ സ്ക്രിപ്റ്റ് മൊത്തത്തിൽ മാറ്റുന്നു, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. തലേന്ന് ക്ലൈമാക്സ് കിട്ടുന്നു, രാത്രി പഠിക്കുന്നു, പിറ്റേന്ന് കളിക്കുന്നു. കഷ്ടപ്പാടുണ്ട്. പക്ഷെ സന്തോഷമല്ലേ. ഈ ഒരു സ്കിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടൈമിംഗ് ഒക്കെ ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്. ഈ ടൈമിംഗ് ആ കാര്യം എങ്ങനെ കറക്റ്റായിട്ട് ക്രാക്ക് ആവുന്നത്? അത് എപ്പോഴും പറയും നമ്മളെ കോംബോ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നു. ഈ ഒരു സാധനം തന്നെ അവിടെ വരുന്നത്. ഈ ബോക്സിങ്ങിലൊക്കെ കറക്റ്റ് ഈ സാധനം തന്നെ അവിടെ വന്നത്. നമുക്ക് ഒരാള് പറയുമ്പോ മറ്റേ ആൾ ടപ്പേ അടുത്തത് കൊടുക്കുക അങ്ങനെയുള്ള സ്കിറ്റുകളായി ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. ഒന്ന് പറയുമ്പോ അങ്ങനെ പറയുന്ന ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനെ പറഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വരുമ്പം അറിയാം, ഇനിയിപ്പോ ഒരാളെ കയ്യിൽ നിന്ന് പോയാലും അറിയാം, അല്ലെങ്കിൽ അടുത്ത അയാൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ജഡ്ജ്മെന്റ് ഒക്കെ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിലത്തെ കാര്യങ്ങൾ കുറച്ച് പറയണ കേട്ടിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് അറിയില്ല. ശരിക്കും ആരാന്ന് ഫസ്റ്റത്തെ ചോദ്യം ചോദിച്ചാൽ ആരാന്ന് മനസ്സിലായി. എന്താ പഠിച്ചത്? അതെ, ഹലോ ഹായ് നമസ്കാരം, ഞാൻ ദൃശ്യ. ഞങ്ങളല്ലോ നമസ്കാരം, ഞാൻ ജോത്സ്ന. ഞാൻ ദൃശ്യ നെയ്യ്. എന്റെ സ്വന്തം വീട് എന്ന് പറയുന്നത് കോഴിക്കോട് പൈമ്പാലശ്ശേരി, അതായത് നരിക്കുനി പൈമ്പാലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ കല്യാണം കഴിച്ചത് രാമനാട്ടുകര ഐക്യരപ്പടി എന്ന് പറയും. അവിടെ എന്റെ സ്വന്തം വീട്ടിൽ എന്റെ അച്ഛൻ, അമ്മ, ഞാൻ പറഞ്ഞിട്ട് പറയട്ടോ, അച്ഛൻ, അമ്മ, ചേച്ചി ഉണ്ട്. ചേച്ചി കല്യാണം കഴിഞ്ഞൊരു മോനുണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡ്, അമ്മ, ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, പിന്നെ പെങ്ങളുണ്ട്, കല്യാണം കഴിഞ്ഞു, ഒരു മോനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു മോനുണ്ട്. ഏകാൻഷ് എന്നാണ് പേര്. ഇപ്പൊ 2 വയസ്സാവാൻ പോകുന്നു. കേശു എന്ന് വിളിക്കും. ഭയങ്കര കച്ചറയാണ്. ഓക്കെ, താങ്ക് യു. പിന്നെ പഠിച്ച അവിടെ കിടോ. പിന്നെ ഞാനൊരു ചായ കുടിച്ചു വരാം അതിന്റെ ഇടയിൽ കൂടെ. പിന്നെ പഠിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് MA BEd ആണ്, ഇംഗ്ലീഷാണ്, ടീച്ചറാണ്. പ്രൊഫഷൻ എന്ന് പറയുന്ന ടീച്ചറാണ്. 4 വർഷം വർക്ക് ചെയ്തു. പഠിപ്പിച്ചു. അവരുടെ അവസ്ഥ ആലോചിച്ച് 4 വർഷം പഠിപ്പിച്ചു.
പഠിപ്പിച്ച്. അപ്പോൾ പിന്നെ ആ സമയത്ത് കല്യാണം കഴിഞ്ഞു, ലോക്ക്ഡൗൺ സമയത്താണ് കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനപ്പം വലുതായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ വെറുതെ ഇരുന്ന് TV കണ്ടോണ്ടിരുമ്പോൾ ബമ്പർച്ചീരിന്റെ പരസ്യം കാണുന്നു, വീഡിയോ അയക്കുന്നു, അങ്ങനെ സെലക്ട് ആവുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. 4 വർഷം സ്കൂളിൽ ടീച്ചറായിരുന്നു ഞാൻ. കാണാൻ ഒരു ലുക്ക് ഇല്ലെങ്കിലും പിള്ളേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചർ അങ്ങനെ ആവാൻ ശ്രമിക്കാറുണ്ട്. കാരണം നമ്മള് എങ്ങനെ അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഹൈ ആയിട്ട് പഠിക്കുന്ന ആളുമല്ല, താഴെയുള്ള ആളല്ല. ഞാൻ നടുവിലാണ് പോയിക്കൊണ്ടിരുന്നത്, മിഡിലായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അത് ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്കറിയാം എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടി ഒരു എക്സാമിന് എങ്ങനെ കോപ്പി അടിച്ചാലും ഞാൻ പിടിക്കും. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ടല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം പറയുന്നു മിസ് വെറും അലമ്പായില്ലേ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കളിക്കാം, പിന്നെ ഡാൻസ് കളിപ്പിക്കാൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ഒരു ഇഷ്ടം. പറയൂ ജീവിതം. ജീവിതം എന്ന് വെച്ചാല് ഞാന് ഹസ്ബൻഡ് മോള്, പിന്നെ എന്റെ വീട് ഫറൂഖാണ്. ഫറൂഖ് കോളേജിൽ ഹയർ സെക്കൻഡറി പഠിച്ച ഫറൂഖ് കോളേജാണ്. പിന്നെ ഹസ്ബൻഡിന്റെ വീട് വരുന്നത് കോട്ടൂളി, കോഴിക്കോട് കോട്ടൂളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഹസ്ബൻഡിന്റെ വീട്ടില് ഞാന്, ഹസ്ബൻഡ്, മോള്, അച്ഛൻ, ഹസ്ബൻഡിന്റെ വീട്ടിലും എന്റെ വീട്ടിലെ അമ്മ, പപ്പ, അനിയൻ, പിന്നെ ഹസ്ബൻഡിന് 2 ചേട്ടന്മാര്, ഒരു വൈഫ്, മക്കളും. അങ്ങനെ ലൈഫ് പോകുന്നു. പിന്നെ ഞാൻ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ് പ്രൊഫഷൻ, ബൈ പ്രൊഫഷൻ. അങ്ങനെ പറഞ്ഞാ കണ്ണിന്റെ ഒപ്റ്റോമെട്രിസ്റ്റ്. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് നന്ദി പറയണല്ലോ, ലീവ് തന്നിട്ടാ. തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് വരില്ല, ലീവ് തരുന്നുണ്ട് അവര്. മാസം ഒരു ഷെഡ്യൂൾ ഞാൻ ആദ്യം പറഞ്ഞോണ്ട് മുതലാളിക്ക് നന്ദി. അത് നമ്മള് പറയണമല്ലോ. എങ്ങനെയാ ഇപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെ സ്കിറ്റ് ഒക്കെ ചെയ്ത് എല്ലാ കലാപരിപാടികൾക്കും പരിപാടി കൊടുക്കുന്ന ഒരു കലാപ്രതിഭയായിരുന്നു ദൃശ്യ? അങ്ങനെയൊക്കെ ചോദിച്ചാ പാട്ടിന് ഞാൻ പോകാറില്ല, കാരണം എനിക്ക് പാടാൻ അറിയില്ല. അതെ, ഇവിടെ പാട്ടുകാരിയാ. അല്ല, ഞാൻ പാട്ടൊഴിച്ച് ബാക്കി എല്ലാ സാധനത്തിനും പങ്കെടുത്തിട്ടുണ്ട്, എല്ലാത്തിനും പങ്കെടുത്തിട്ടുണ്ട്. ഇഷ്ടമായിരുന്നു സ്റ്റേജിൽ കയറാൻ. പിന്നെ ഇങ്ങനെ നാണോ മനൊന്നും ഇല്ലാത്തോണ്ട് എല്ലാത്തിനും കയറും. അങ്ങനെ അതിന് മോണാക്ട്, നാടകം, വിജയനൊക്കെ ചെയ്യും അടിപൊളിയായിട്ട്. നമ്മൾ ആർട്സ് കോളേജിലെ, ഞാൻ മീൻചന്ത ആർട്സ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ അപ്പം നമ്മള് ഡിപ്പാർട്ട്മെന്റ് ജയിക്കണല്ലോ, അതിന് വേണ്ടിട്ട് പിന്നെ ബീസോൺ പരിപാടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ആര് മത്സരം നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എല്ലാം ചെക്കന്മാരാ മത്സരം. അല്ല മിമിക്രി. ചെക്കന്മാര് ഇവര് ഭയങ്കര സംഭവം. ഒരു പെണ്ണ് പോയ സെറ്റ് ആയിരിക്കും, എനിക്കോട് മിമിക്രി ചെയ്ത്. എനിക്ക് നാണല്ലോ, ഞാൻ പോയിട്ട് അവിടെ നിന്നിട്ട് മുന്നാലിരുന്ന് പേസുമ്പോ സൈഡിലുള്ള സൈലന്റ് ആയിരിക്കണം. ഞാൻ തന്നെ വിജയ് വന്നു, സത്യം വന്നു, എല്ലാം ദൃശ്യടോ പച്ചമ്പി, എല്ലാ സാധനവും എല്ലാ സംഭവവും നമ്മൾ ഇറക്കി. പക്ഷെ എനിക്ക് സെക്കൻഡ് കിട്ടി. ഞാൻ ബീസോളൊക്കെ പോയി മത്സരിച്ച്. വേറെ ആരും ഇല്ലേനി മത്സരിക്കാൻ. അതല്ല, തൊലിക്കട്ടിക്ക്. അന്ന് മുമ്പിലിരുന്ന് കൂവി വിളിച്ച കൂട്ടത്തിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു. എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോടി. അതുകൊണ്ടാണ് ഷെഡ്യൂളിൽ വരുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിടുമ്പോ ഇവിടെ വരും. ഞാൻ സ്കൂളിൽ എനിക്ക് പാട്ട് പാടും. അപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് പാടാൻ ഭയങ്കര പേടിയാ. ഗ്രൂപ്പ് സോങ്ങിലൊക്കെ നിൽക്കുന്നല്ലാണ്ട് 1-2 പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം എങ്ങനെ നാടകമൊക്കെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിൽ. സങ്കോചം. അതാ ഞാൻ പറഞ്ഞത്, ഗ്രൂപ്പിൽ നിന്ന് പാടുന്നല്ലാതെ ഗ്രൂപ്പ് സോങ്ങിലൊക്കെ സൈഡിൽ നിന്നിട്ട് പാടുന്നല്ല. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെ കല്യാണത്തിന് കുറച്ച് മുന്നേ ആയിട്ട് പാടാൻ ഇങ്ങനെ സ്റ്റേജിലൊക്കെ 1-2 പ്രാവശ്യം പോയി. അപ്പോഴും ഞാൻ ഇങ്ങനെ, പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഹസ്ബൻഡ് പാടും. അതുപോലെ ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പം പുള്ളി ധൈര്യം നിന്ന് ഭയങ്കര സപ്പോർട്ടാ. ഇങ്ങനത്തെ കലയായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാ, പാട്ട് പാടാൻ, അതുപോലെ ഇത് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. കൗണ്ടറൊക്കെ പറഞ്ഞത് ഞങ്ങക്ക് അതാണ് വീട്ടില് സമാധാനം വേണമെന്നല്ല, അഴിച്ചു വിടൂല്ലേ നമ്മള് പശുവിനെയും കോഴീനെയൊക്കെ, അതുപോലെ അങ്ങോട്ട് വിടും.
അല്ലെ ഒരു കോഴീന്റെ കൂടെ അല്ലേ മറ്റു ഒന്ന് പാടി കേക്കട്ടെ. അയ്യോ ഇവിടെ പാടും, നന്നായിട്ട് പാടും കേട്ടോ. ഈ ഷോ ഇറക്കല്ലേ പാട്. പാട് പാട് പാട്. ഇല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോ മറ്റേ സാധനം തൊണ്ടയ്ക്ക് വയ്യ, അത് പറയും. അങ്ങനെയാണ് തൊണ്ടയ്ക്ക് ശരിക്കും വയ്യ. തൊണ്ടയ്ക്ക് ശരിക്കും വയ്യ. മാസ്റ്റർ പീസ് ഉണ്ട്, മറ്റേ പാടി കൊടുക്കും. ഇത് മെയിൻ സാധനം കേക്കട്ടെ കേട്ടെ. വേറെ ഒരു പാട്ട് പാടാം. ആ ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു, ഓമലാളെ നിന്നെയോർത്ത്. ശരിക്കും കഴിവുള്ളതാണോ? ശരിക്കും കഴിവുള്ള ആളാണോ? വിചാരിച്ചു വെറുതെ. അവള് മറ്റേ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ ആളാ. കല്യാണ വീടുകളിലൊക്കെ പോയിട്ട് നീ മായല്ലേ എൻ മഴവില്ലേ ഇത് മധുവിധ നാളല്ലേ അങ്ങനെ. അതാ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ. അല്ല പക്ഷെ ഇപ്പൊ സ്കിറ്റ് ഇപ്പൊ എങ്ങനെയാ? അത് നമ്മുടെ കംഫർട്ട് സോണില്ലാത്ത സാധനല്ലേ? അതാ സത്യം. ഞാൻ ഈ ബമ്പർച്ചിരിയിൽ എന്റെ മോളൊരു വീഡിയോ, ആരാധകരുടെ വീഡിയോ എന്നിട്ട് മോളെ വീഡിയോ, കോവിഡിന്റെ സമയത്തല്ലേ ഇത് ഹിറ്റായത്. അപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുക, ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ. മോളൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത സമയത്ത് അവര് എന്നാ വരുമോ പ്രോഗ്രാം ചെയ്യുമോന്ന് വെച്ച്. അപ്പം ഞാൻ വലിയൊരു ചാൻസ് അല്ലേ അത്. അപ്പൊ മോളെ ഇവര് വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഇവള് കരഞ്ഞ്. അപ്പൊ അവര് പിന്നെ വിളിക്കുക. അപ്പൊ എനിക്കൊരു എങ്ങനെയെങ്കിലും ആ ഫ്ലോറിൽ എത്തണം എന്നുള്ളൊരു സാധനം വാശിയായി. കുറേ പേരെടുത്ത് ഞാൻ ചോദിച്ചു നമുക്ക് ചെയ്താലോ എന്നൊക്കെയുള്ള. പിന്നെ ആദ്യം ഈ കോമാളിക്കളികളൊക്കെ ആദ്യം ഉണ്ട്. അപ്പൊ ഓരോരുത്തരടുത്ത് ചോദിച്ചപ്പോ ആരും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് എന്റെ കസിന്റെ കല്യാണം കഴിയുന്നത്. അപ്പൊ അവള് ഇതുപോലെ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അങ്ങനെ ഞാൻ അശ്വിനി എന്ന് പറയും. ഞാനും അശ്വിനിയും കൂടെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് സെലക്ട് ആവുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഒരു കോൾ വന്നൊരു ദിവസം പിന്നെ സെലക്ട് ആയിട്ടുണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ഞെട്ടി, അമ്മേ മുമ്പളതോ എന്നൊക്കെ ചോദിച്ചു ഞങ്ങള്. ഫസ്റ്റ് ഇവിടെ വന്ന് ഒറ്റ എപ്പിസോഡ് ചെയ്ത് പോവാ, ആ ഫ്ലോറിൽ കയറുക, ഒരു ചെയ്യാ പോവാ എന്നുള്ളതിലാണ് വന്നത്. പിന്നെ അന്ന് ഫസ്റ്റ് മാഡം ആയിരുന്നില്ലേ നമ്മളെ പ്രൊഡ്യൂസർ ശ്രുതി മാഡം ആയിരുന്നു. അപ്പം മാഡം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അടുത്ത പ്രാവശ്യം വന്നു. അങ്ങനെ ഫസ്റ്റില് 8 എപ്പിസോഡ് ചെയ്തു. പക്ഷെ അതിൽ പച്ച പിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞങ്ങൾ വേറായി വന്നതിന് ശേഷമാണ് എൻ്റെ ഒരു ഇതില് പെർഫോമൻസിലും മാറ്റം വന്നത്. എൻ്റെ ഒരു ഐശ്വര്യം. ഞാൻ വരുമ്പോ ഇവരില്ല. ഞങ്ങള് സീസൺ 1 വരുമ്പോ 30ാമത്തെ എന്തോ എപ്പിസോഡായപ്പോ ഞങ്ങള് വന്നു. ഞാനും വേറെ പേരും കൂടിയാണ് വന്നത്. വന്ന സമയത്ത് ഇതേപോലെ ഞങ്ങള് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നല്ലേ? ശേഷം അങ്ങനെയാ വന്നേ. അപ്പൊ നമ്മള് വന്നിട്ട് വേറെ പേര്, എനിക്ക് വേറെ പേര്. പക്ഷെ ഞങ്ങള് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അവിടെ ഒരേ വൈബ് ആയതുകൊണ്ടേ അപ്പൊ ഇമ്പൊക്കെ സ്കിറ്റ് ചെയ്യണത്. പക്ഷെ അപ്പൊ നമ്മളൊരു പേരുണ്ടെങ്കിൽ ആ പേര് വേറെ ആളെ കൂടെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്നും ഞാനും നിമിഷയായിരുന്നു ലേഡി പെയർ ആയിട്ടുണ്ടായത് അവിടെ. ഞങ്ങളതിന് ലേഡി പെയർ എന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടായത്. അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പേര് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ കാര്യങ്ങൾ അങ്ങനെ 5 മാസം വരെ ഞാൻ സ്കിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. 5 മാസം വരെ ഉണ്ണിയപ്പൊക്കെ കൊടുത്തിട്ടാ പറഞ്ഞു. ഇപ്പോഴും പറയും ഉണ്ണിയപ്പോ അച്ചപ്പൊക്കെ തന്നൊരു ഫ്ലോർ ബമ്പർ അടിച്ചൊരു സമയത്ത് എനിക്ക് അതൊക്കെ തന്നിട്ട് എന്നെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് ഞാൻ ഉളുപ്പില്ലാണ്ട് അടുത്ത ഷെഡ്യൂൾ പിന്നെയും വന്ന് വയറ് വെക്കുന്നവരെ ഞാൻ വന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു. മോൻ 8 മാസമായി, ചോറൂണൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം 8 മാസമായപ്പോ ഞങ്ങൾ പോയാലോ എന്നൊരു പ്ലാനായി. അപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ഡോസ് ആയിട്ട് 2 റീൽ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടു. അപ്പം എങ്ങനെ പോകുന്ന അറിയാം, കോംബോ എങ്ങനെ പോകുന്ന അറിയണല്ലോ. അപ്പൊ അത്യാവശ്യം നല്ല റീച്ചായി, 2 റീലും നല്ല റീച്ചായി. ആയപ്പോ ഞങ്ങൾ ഓക്കെ കോൺഫിഡൻസ് ആയി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്കിറ്റ് ചെയ്യാൻ വേണ്ടി സീസൺ 2 പോവാ. ഇപ്പൊ ഒരു വർഷമായി. ബോക്സിംഗ് ഞങ്ങളെ 3ാമത്തെ സ്കിറ്റ്. ഇപ്പൊ എത്ര 14ാമത്തെ നമ്മള് ചെയ്ത് ഒരുവിധപ്പെട്ട എല്ലാം മെമ്പർ അടിച്ചിട്ടില്ലേ? 9 മെമ്പറോ? ഈ ഇപ്പൊ ഒരു കോമഡിയുടെ ഏറ്റവും വലിയ ദുരന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആ കോമഡി കൊണ്ട് വർക്ക് ആവാണ്ട് ഇരിക്കണ ഒരവസ്ഥ ഉണ്ടാവില്ല. ആ ചിരി കിട്ടിയില്ല, സാധനം വീണില്ല, മീറ്റർ സെറ്റ് ആയില്ല, അങ്ങനത്തെ അവസ്ഥ കൂടെ കടന്നു പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ചില സംഭവങ്ങൾ നമ്മൾ ഇത് ഫ്ലോർ പറ ചിരിക്കും പേടിച്ചില്ലായിരിക്കുന്നു. നമ്മൾ അതങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോ ഒരു നിശബ്ദത ഉണ്ടാവും. അപ്പൊ കയ്യിന്ന് അപ്പൊ കേറ്റി കളിക്കും. അപ്പൊ പറയും
പക്ഷെ ചില സമയത്ത് നമ്മൾ വിചാരിക്കും എടാ അതൊരു 15-ന് ഉണ്ടാവുള്ളൂ, നമ്മൾ 15-ന് കയറി പിടിക്കാം. സേഫ് ആവാം. 15 5-15 ബമ്പർ. പെയിന്റ് പണിക്കാരൊക്കെ പോണവരല്ലേ വൈകുന്നേരത്തെ touch. അതുപോലെ ഞങ്ങൾ പറയാം 15 സേഫ് ആവാം. പക്ഷെ ചില സമയത്ത് അങ്ങനെ വിചാരിക്കുന്ന സ്കിറ്റ് അങ്ങ് കേറി അങ്ങ് പോകും. അപ്പൊ നമ്മള് നമ്മള് ഭൂതത്തിന്റെ സ്കിറ്റ് കളിച്ച സമയത്ത് ഒരു സ്കിറ്റ് ഫസ്റ്റ് ചിരി നമ്മൾ എഴുതിയ സ്കിറ്റ് മൊത്തം അത് ഗ്രൂമർ അപ്പൊ ഇല്ല നമുക്ക്. പുള്ളിക്ക് വയ്യാതായി പുള്ളി പോയി, നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതുന്നു, നമ്മള് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ അങ്ങനെ എഴുതി ഫുള്ളൊക്കെ എഴുതി നമ്മൾ പോയി കാണിക്കുന്നു. 15 നമ്മളെ രാധികേച്ചി നമ്മളെ നമ്മളെ റെഡി 15 പിടിക്കുക, 5 അടിച്ച് വെറുതെ 15 സേഫ് ആവാം. ഞങ്ങൾ നിന്ന് ഫ്ലോറിലേക്ക് കയറി 2 ഡയലോഗ് കയ്യടി, ചിരി കയ്യടിയൊക്കെ ലാസ്റ്റ് വരെ കയ്യടി. ലാസ്റ്റ് വരെ അടിപൊളി സ്കിറ്റ് ആയിരുന്നു. അത് ട്രെൻഡിങ്ങിലുണ്ടായിരുന്നു ഭൂതത്തിന്റെ ഒരു സ്കിറ്റ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവള് ഭൂതമായിട്ട് ഇവിടെ കാണുമ്പോ ഭൂതം അല്ല, ഞാൻ ഓൾറെഡി അങ്ങനെയാണെന്ന് പറയാൻ വരല്ലേ. അല്ല അതല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ഈ നല്ലതാന്ന് പറയാൻ വന്നതിന് സോറി. നമ്മുടെ കയ്യിലല്ലോ. അതെ 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 ഈ മാനാവാനും മയിലാവാനും എന്താ എന്നാ ഈ പെരമത്തരുടെ ഷീറ്റ് അത് എങ്ങനെ പറ്റിയ ഐഡിയ? അത് ബെല്ലാന്റെ ഒന്നല്ല, ബെല്ലാന്റെ ആണോ പറഞ്ഞത്? ശിവയും ബെല്ലാനും ഫ്രണ്ട്സ് സഹായിക്കൂട്ടോ. ഫ്രണ്ട്സ് പറഞ്ഞാൽ അവിടെ ഫാമിലി പോലെ. കാരണം 3-4 വർഷമായിട്ട് ഇവരെ കാണും, നമ്മൾക്ക് അതാണ് ഫാമിലി ഫ്രണ്ട്സ് അവിടെ. അപ്പൊ ശിവയും ബെല്ലാന്റെ നമ്മളൊക്കെ എല്ലാവരും കൂടെ ഇരുന്നപ്പോ അരുൺ ഇത് പറഞ്ഞു നോക്കി ഇങ്ങനെ സാധനം ബെല്ലാന്റെ എന്ന് പറഞ്ഞാല് അരുൺ മണിനാട് ഇതാണ്. അപ്പൊ അവൻ മണിനാട് സൂപ്പർ ഒന്ന് സെറ്റപ്പ് അങ്ങനെ ആക്കിയതാ. ബെല്ലാന്റെ ഒരു പ്രൊമോഷൻ. അപ്പൊ അവൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ സാധനം പറഞ്ഞു നോക്ക്. അപ്പൊ മാനാവാനും മയിലാവാനും അങ്ങനെ തൽക്കാലം ഒരു ഷീറ്റ് ആവാൻ പറ്റുമോ? ഇവിടെ ചെറിയൊരു ചോർച്ചുണ്ട്, ഇത് അടക്കാണ് ഇവിടെ നിന്ന് വർത്താനം പറയാം. നല്ല ചിരിയായിരുന്നു അതിനകത്ത്. എനിക്ക് നല്ല ചിരി. ഈ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവര് ജഡ്ജസ് ഒക്കെ പറഞ്ഞിരുന്ന ചില ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടല്ലോ. ദൃശ്യം ആദ്യം കുറച്ച് ഓവറായിരുന്നു, കുറച്ച് കേട്ടിട്ട് കളിക്കണേ. അത് നമ്മള് ഇപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ കളിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് കുറയ്ക്കാൻ അങ്ങനെ പറ്റൊന്നുമില്ലല്ലോ. അതെങ്ങനെ കുറച്ചത്? ഓവറാവുന്നത് എങ്ങനെയാണെന്നറിയാം. നമ്മള് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സാധനം ഏക്കൂല നമുക്ക് മൈൻഡിലും ഒരു ചിരിയും കിട്ടിയില്ല താഴെയാന്ന് തോന്നും. കാരണം ചിരിയില്ല, സൈലന്റ് ആയിരിക്കും ഫ്ലോർ. ഇല്ലെങ്കിൽ ജഡ്ജസിന്റെ ചിരി കിട്ടും, നമ്മൾ ഓഡിയൻസിനെ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ദൈവമേ ഇത് തീർക്കണം നമുക്ക്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് കളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബോധം നമ്മളെ മനസ്സിൽ വന്നിട്ട് നമ്മക്ക് അപ്പൊ തോന്നൂല ഇത് ഓവറാണെന്ന്. പക്ഷെ നമ്മള് കളിക്കുന്ന കാണുന്നവർക്ക് അത് സംഭവിച്ചത് എന്താണെന്നറിയോ? നമ്മൾ അതുവരെ കളിച്ച സ്കിറ്റ് അല്ലാതെ നമ്മൾ വേറെ സ്കിറ്റ് കളിച്ചായിരുന്നു. കളിച്ചപ്പോ അത് പൊളിഞ്ഞപ്പോ എനിക്ക് ഓൾറെഡി അതിലൊരു വെപ്രാളം അതിനകത്ത്. അപ്പം അത് ഈ വേറെ ഒരാളെ കൂടെ വേറെ പേരന്റെ കൂടെ ചെയ്തത്. അപ്പം വെപ്രാളം വെച്ചപ്പം ഇത് ഏക്കുന്നില്ല. അപ്പൊ ഞാൻ ഈ വെപ്രാളം പ്ലസ് ഞാൻ കേറ്റി കളിച്ചത്. അപ്പൊ ഓവറായിട്ടാ ഫീൽ ചെയ്തത്. ഒരാഴ്ചക്ക് ഉറങ്ങാൻ പറ്റില്ല. മഞ്ജു ചേച്ചി ഇത്ര കാലം എന്നോട് അത് പറഞ്ഞു, ഇത്ര വർഷം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കത് വിഷമായി. മഞ്ജു ചേച്ചി അത് പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ അടുത്ത സ്കിറ്റ് വന്നപ്പോ തിരുത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ദൃശ്യം അതിന് മുമ്പ് കളിച്ച സ്കിറ്റ് നമുക്ക് ഇതാവും. കാരണം നമ്മള് ഫാമിലി ആയിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും. മഞ്ജേച്ചിനൊക്കെ നമ്മൾ അത്രയും അങ്ങനെയാണ് നമ്മള് അഭിപ്രായങ്ങൾ അത്രയും പറയാം. ഭയങ്കര ഇഷ്ടം, ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടാണ് നമ്മൾ അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ മഞ്ജേച്ചി പറഞ്ഞ എനിക്ക് ഭയങ്കര ഫീല. ഞാൻ ഇവിടെ അടുത്തും പറഞ്ഞു ഇന്ന് നല്ല മനസ്സ് പറഞ്ഞു, എല്ലാ മനസ്സിലും മഞ്ജേച്ചി വന്ന് കെട്ടിപ്പിടിച്ചു. ഇപ്പൊ അന്ന് ഗോൾഡൻ മെമ്പർ അടിച്ച സമയത്ത് ഇങ്ങനെ എന്റെ വീട്ടുകാരാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്, എനിക്കതിപ്പോ പറയണം തോന്നി, അമ്മടിയിലൊന്ന് പ്രാർത്ഥിക്കായിരിക്കും പറഞ്ഞില്ലേ. അത് അങ്ങനെ നാച്ചുറലി അങ്ങനെ പറയണം തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? അതിന് മുമ്പ് അങ്ങനെ അഡ്രസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഇപ്പം പണ്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഷെഡ്യൂളിന് വന്നോണ്ടിരുന്നത്. അപ്പൊ മോനുള്ളതുകൊണ്ട് മോൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഞാനില്ലാതെ രാത്രി, പകലൊക്കെ ഓക്കെ, രാത്രി ഒന്നും നിൽക്കാൻ പറ്റില്ല. അപ്പൊ മോനെയും കൊണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് അങ്ങനെ വരണമെങ്കിൽ കൂടെ ഒരാൾ വരണം. കൂടെ ഹസ്ബൻഡിന് എന്തായാലും ജോലി ഇത്രയും 3-4 ദിവസം മാറ്റി വെക്കാൻ പറ്റില്ല. ഹസ്ബൻഡ് ബാങ്കിലാ, ഫിനാൻസിലാ. അപ്പം ഹസ്ബൻഡിന്റെ അമ്മ കൂടെ വരും. അമ്മ ഹൗസ് വൈഫാണ്, അതുകൊണ്ട് കൂടെ വരും. അപ്പം അമ്മ ഞാൻ ഗ്രൂമിങ്ങിന് മേലെ പോകുമ്പോ അമ്മ താഴെ മോനെ നോക്കും. പുള്ളി അവിടെ എല്ലാവരുമായിട്ട് സെറ്റാ. മഞ്ജു ചേച്ചിനെ മഞ്ജു കാർത്തി മഞ്ജു ചേച്ചിന്റെ ഫ്ലോർ എന്ന് പറഞ്ഞു. എന്റെ മോനെ ഒന്നുകിലും നല്ലോണം നിർത്തിക്കല്ലേ ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. അപ്പം ഇവനെ നോക്കണമെങ്കിൽ കുറച്ച് പാടാ, കുറുമ്പുള്ള സമയമല്ലേ. അപ്പൊ നമ്മളെ കൂടെ ഒരാൾ വന്നാലേ എനിക്ക് ഇവിടെ വരാനും പറ്റുള്ളൂ. അപ്പൊ താഴെ കുട്ടീനെ നോക്കാന്ന് പറയുന്ന വലിയൊരു ഡ്യൂട്ടിയാ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കുക. സ്കിറ്റ് ചെയ്യുന്നതിനേക്കാളും വലിയ പാടാണ്. അപ്പൊ എന്നെ കണ്ടാലേ അവൻ അലമ്പുള്ളൂ. അമ്മയുടെ അടുത്താണ് നല്ലപോലെ ഇരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിവിടെ എത്തിയ സാഹചര്യം, ഞാൻ ഇവിടെ എത്തിയതുകൊണ്ടാണല്ലോ, നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾ എപ്പോഴും ഓർക്കണല്ലോ. കാരണം ഹസ്ബൻഡ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നോടാ. എന്റെ സ്വന്തം വീട്, ഞാൻ അതിൽ പറഞ്ഞ പോലെ തന്നെ എന്റെ സ്വന്തം വീട്ടില് എനിക്ക് ഭയങ്കര സപ്പോർട്ടാ.
എല്ലാ അവിടെ പോവാനും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ വരിക എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ ഇതല്ലേ. അപ്പം ഇമോഷണൽ ആയ സമയത്ത് അതിങ്ങനെ ഉള്ളിൽ നിന്ന് അനർഘ നിർഗളമായി പുറത്തേക്ക് ഒഴുകി അങ്ങ് പോയതാ. മതി മതി മതി. എങ്ങനെയാ? എന്റെ വീട്ടിലും ഇതുപോലെ തന്നെ നല്ല സപ്പോർട്ടാ. ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഹസ്ബൻഡ് പിന്നെ ഇതിലേക്കൊക്കെ പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ സ്കിറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പറയും. ചിലപ്പം വിളിക്കുന്ന പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നത് എന്തായി അങ്ങനെ ചെയ്തു, അങ്ങനെയായോ, എത്രയായി, ഓക്കെ ആണോ, കൗണ്ടർ ഉണ്ടോ ഒക്കെ ചോദിക്കും. അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് ഹസ്ബൻഡിന്റെ വീട്ടിലായാലും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഭയങ്കരമായിട്ട് വർക്കായിട്ടുള്ള സ്കിറ്റ് ഏതാ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ട്? ഭൂതത്തിന്റെ സ്കിറ്റ് നമ്മൾ ഇരുന്ന് ഒറ്റയ്ക്ക് നമ്മള് എടാ 5 താന്നു. കാരണം ഇത്രയും ബമ്പർ അടിച്ച് നിൽക്കുക. ഒരു 15 പിടിക്കാം. അതും രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്തല്ലേ നമ്മള്? 2 ദിവസം, ഒറ്റ ദിവസം പിറ്റേന്ന് കളിച്ചില്ലേ? ഒറ്റ ദിവസം കൊണ്ട് നമ്മള് സെറ്റ് ആക്കിയ സ്കിറ്റ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ നമുക്കുണ്ടായ ഗ്രൂമർക്ക് വയ്യായി വന്നതുകൊണ്ട് പുള്ളി പോയി. അപ്പൊ നമുക്ക് ആ കണ്ടന്റ് മൊത്തത്തിൽ മാറ്റേണ്ടി വന്നു. കാരണം ചില കണ്ടന്റ് വർക്ക് ആവൂല. നമ്മൾ കണ്ടന്റ് പിടിച്ചിട്ട് നമ്മൾ 2-3 ഡയലോഗ് പറഞ്ഞ പിന്നെ ഏരിയ ഉണ്ടാവില്ല അവിടെ ഇടിച്ചു നിൽക്കും. ചില കണ്ടന്റ് നമ്മൾ മാറ്റും, മൊത്തത്തിൽ മാറ്റി പുതിയതെടുക്കും. അപ്പോഴേക്ക് ഇത് പഠിച്ചു വെച്ച തല എന്തായി അത് മൊത്തം മാറ്റി. അങ്ങനെ നിന്ന സമയത്ത് ഞങ്ങൾ അത് ഞങ്ങളുടെ സ്വന്തം മേക്കപ്പ് ഇന്ന് പ്രത്യേകം പറഞ്ഞു പോകുമ്പോ പറയണം. ഞങ്ങള് രതീന വിളിക്കും. പുള്ളിക്കാരൻ പറഞ്ഞാ ഭൂതം ഒരുപാട് ഫ്ലോറുകളിൽ കണ്ടിട്ടുണ്ട്. ആണുങ്ങൾ ചെയ്ത് ഭൂതത്തിന്റെ ഭാര്യ ആരും കണ്ടില്ലല്ലോ. അപ്പം ഇതായിരിക്കണം ഇവിടെ വെച്ചിട്ട് 2 സൈഡിൽ ഇങ്ങനെ തൂക്കിട്ട് പുള്ളി ചെയ്തതാ. എന്റെ സ്വന്തം ഹെയർ ആയിരുന്നത്. പിന്നെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആക്കിയത്. ഈ മറ്റേ ലേഡി സൂപ്പർ സ്റ്റാറും ജൂനിയർ ആർട്ടിസ്റ്റും അപ്പൊ അതിനകത്ത് ഈ 2035 എങ്ങനെയായിരിക്കും എന്നുള്ള ഇമാജിനേഷൻ ഇല്ലേ, അത് എങ്ങനെയാ സെറ്റ് ആയത്? വിഷ്ണുവേട്ടനായിരുന്നു നമ്മളെ മെയിൻ ഗ്രൂമർ ആയിട്ട്. അന്ന് ഫസ്റ്റ് ഞങ്ങള് ബമ്പർ അല്ലേ, ഞങ്ങൾ 2ാമത്തെ സ്കിറ്റാണ് ചെന്നു. അപ്പൊ പുള്ളി പറഞ്ഞ കണ്ടന്റാ ഇങ്ങനെ പറയാൻ പുള്ളി പറഞ്ഞിട്ട് നമ്മളെ സെറ്റാക്കി. ഈ മഞ്ജു ചേച്ചി ഇങ്ങനെ അടിക്കണത് മഞ്ജുചേച്ചി അത് ചിരിച്ച് ചിലപ്പം ഭയങ്കര ചിരിയൊക്കെ വന്ന മഞ്ജുചേച്ചി അങ്ങനെ ചിരിക്കുക. നസീർക്ക് അവരെങ്ങനെ ഇങ്ങനെ തന്നെയാ സ്കിറ്റിലൊക്കെ ഇങ്ങനെ തന്നെയാ. കൂടെ അങ്ങനെ അടിച്ച് ചിരിക്കുമ്പോഴേ അത് ചിരി വന്നിട്ടാണോ അല്ലേന്നൊന്നും നമുക്ക് അറിയില്ല. സ്വതവേ ഞാൻ ചിരിക്കാൻ എനിക്കിങ്ങനെ അടിച്ചു. നിങ്ങളുടെ ലവ് മാരേജാ? ലവ് മാരേജാ. എനിക്ക് തോന്നി പറഞ്ഞല്ലോ. പറഞ്ഞില്ല. പിന്നെ ഇറങ്ങില്ലല്ലോ. ശരി ശരി. അപ്പൊ ലവ് ഇല്ലല്ലോ. ലവ് മാരേജ് ആയിരുന്നു. 2 വർഷം പ്രേമിച്ചു. സൂപ്പർ സീനിയർ ആയിരുന്നു ആള്. ഹസ്ബൻഡിന്റെ പേര് അഖിൽദാസ്. ഞാനത് നേരത്തെ ഓർത്ത്. സൂപ്പർ സീനിയർ ആണ്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കോളേജില്. പക്ഷെ പുള്ളി ഇതേപോലെ എന്നെ കൂക്ക് വിളിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ട്. ഞാൻ മിമിക്രി ചെയ്യുമ്പോ കൂക്ക് വിളിക്കാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കൂക്ക് വിളിക്കാന്ന് അത് ചില ഞങ്ങളുടെ സാധനം ചിലർക്ക് കിട്ടൂല സ്ലാങ് പറയുമ്പോഴേ. അപ്പൊ പുള്ളി പിന്നെ അത് കഴിഞ്ഞ് നമ്മള് 2-3 വർഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ FB-ലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോ ഹായ് എന്നൊക്കെ ഒരു മെസ്സേജ്. എനിക്ക് മെസ്സഞ്ചർ ഇല്ലായിരുന്നു. വെറുതെ ഇരുന്നപ്പോ ഞാൻ ഹായ് കണ്ടപ്പോ നല്ല ചെക്കനുള്ള ഓക്കെ മെസ്സഞ്ചർ ഡൗൺലോഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ ഒരു ഹായ് ഇട്ടതാ. പിന്നെ ഞാൻ ആ മെസ്സഞ്ചർ ഉപയോഗിച്ചില്ല. ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരു മെസ്സേജ് എനിക്ക് പേടിയാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി സെറ്റായി. പിന്നെ കല്യാണപ്രായമൊക്കെ ആയ സമയമായതുകൊണ്ട് പുള്ളി ഇങ്ങനെ വീട്ടിൽ പറഞ്ഞ് ഭാഗ്യത്തിന് 2 വീട്ടുകാർക്കും പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട് വളരെ നല്ല പോലെ തന്നെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. പക്ഷെ കൊറോണ സമയമായതുകൊണ്ട് 20 ആളെ വെച്ച് കഴിച്ച് അങ്ങനെ. ഞങ്ങളത് ലവ് മാരേജാ. 5 വർഷം പ്രേമിച്ച് 5 വർഷം 6ാമത്തെ ഇപ്പതാ ഈ വരുന്ന ശനിയാഴ്ച ഞങ്ങളെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി. ഇത് പറയാൻ അല്ല 10 വർഷം എനിക്ക് അത്ഭുതം. 10 വർഷം ഞാൻ സഹിച്ചു നിന്നു. സ്റ്റുഡിയോയിൽ പോയിട്ടെ പറഞ്ഞു നടക്കുക എന്റെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. വിഷയതേക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എനിക്ക്. അല്ല എനിക്ക് തന്നെ അത്ഭുതം. അങ്ങോട്ട് പോയി പിന്നെ അങ്ങനെ ചോദിച്ചാല് അല്ല ഞാൻ പിന്നാലെ നടന്നിട്ടൊന്നുമില്ല. അങ്ങനെ ജസ്റ്റ് ആദ്യം പുള്ളിക്കാർ എല്ലാരെയും കാണുന്ന പോലെ തന്നെ എങ്ങനെയാണ് ആ കുട്ടി കൊള്ളാലോ എന്നെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറഞ്ഞയച്ച്. അപ്പൊ ഞാനും കുഴപ്പമില്ല, അപ്പൊ എനിക്കിഷ്ടായി. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തത് ചോദിച്ചത്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോ ഞാൻ ആ കുട്ടീനോട് വെച്ച് അല്ലടോ മറ്റേ അച്ചുവേട്ടനൊക്കെ ആളായോ, അച്ചുവേട്ടൻ എന്താക്കുന്നത്, ഓർക്കൊക്കെ വേറെ ലൈനായി പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്ന്
അപ്പൊ എന്റെ ഫേസ് ഒക്കെ മാറി. ഞാനിത് മനസ്സിലിട്ടോണ്ട് നടക്കാണ്. ഞാൻ 10 പഠിക്കുമ്പോഴാണ് അത് പറഞ്ഞത്. +2 കഴിഞ്ഞ് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന് അങ്ങനെ ചേർന്നപ്പോഴാണ് ഇത് ഈ ഫ്രണ്ട് ഇത് പറഞ്ഞു. എൻട്രൻസോ കോച്ചിങ്ങിന് പോയിന്നുള്ളൂ, കിട്ടിയില്ല. അത് പറഞ്ഞോണ്ട് അപ്പൊ ഞാൻ ആകെ തകർന്നു. അപ്പൊ ഇവളിത് കണ്ടപ്പോ ഇവക്ക് മനസ്സിലായി. ഇവള് പോയി മൂപ്പരടുത്ത് പറഞ്ഞു. അപ്പൊ മൂപ്പര് ആ ലൈൻ അങ്ങ് ഒഴിവാക്കി. ആ ലൈനെ ഒഴിവാക്കി. ഇനി രണ്ടും സമാന്തരമായി കൊണ്ട് നടന്നോന്നുള്ള നമുക്ക് അറിയില്ല. അത് പിന്നെ പറയാത്ത വാക്കൊക്കെ പഠിച്ചപ്പോ സമാന്തരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഏതായാലും ബെറ്റർ നോക്കിയപ്പോ ചിലപ്പോ ഞാനാണ് തോന്നിയിട്ടുണ്ട്. എന്തിന്റെ കാര്യത്തില് ആരെയും ചോദിച്ചു സംസാരിക്കുന്നേ. അപ്പൊ അങ്ങനെ അങ്ങനെ സെറ്റായി. അപ്പൊ വീട്ടില് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രശ്നമല്ല, അവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അപ്പൊ അതിന്റെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പിന്നെ അത് പ്രശ്നങ്ങൾ പിടിച്ചു നിന്ന് ഞാൻ വേറെ കല്യാണം കഴിക്കൂല. ഞാൻ പറഞ്ഞു ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ ഞാൻ വേറെ കല്യാണം കഴിക്കൂല. അങ്ങനെ ഒന്നും ഒളിച്ചോടൂല എന്ന് പറഞ്ഞു വീട്ടില്. അതെനിക്ക് ഭയങ്കര നിർബന്ധന. പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ഒളിച്ചോടാ, അതിന് ഞാൻ വരില്ല. ഒളിച്ചോടാ, രജിസ്റ്റർ മാരേജ് ചെയ്യാം, അതിന് ഞാൻ വരില്ല. കാരണം നമ്മൾ അച്ഛനും അമ്മ എത്രയും വളർത്തി വലുതാക്കിയിട്ട് പിന്നെ നമ്മൾ അവരെ പറ്റി ഓടുന്നത് ശരിയില്ല. മെസ്സേജ് പോകുന്നു അല്ല ഇപ്പത്തെ കാലത്ത് അതിനൊക്കെ പ്രസക്തി ഉണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ എന്നും ചിന്തിക്കുന്ന അങ്ങനെയാണ്. എന്നിട്ട് മൂപ്പരടുത്ത് പറഞ്ഞു ഒളിച്ചോടണം, ഞാൻ കാത്തിക്കും. നിങ്ങൾ കാത്തിക്കാൻ റെഡിയാണെങ്കിൽ ഞാനും കാത്തിക്കും, എത്ര വേണമെങ്കിലും ഞാൻ കാത്തിക്കും. വീട്ടിലും ഞാനതാ പറഞ്ഞത്, ഞാൻ വേറെ പോവില്ല, കാത്തിരുന്നോളാം, നിങ്ങളെ മനസ്സ് മാറുന്ന വരെ ഞാൻ നിന്നോളാം. അപ്പൊ വീട്ടുകാർക്ക് മനസ്സ് മാറി. എന്റെ പപ്പ അതൊക്കെ കേൾക്കുന്നത് 5 കൊല്ലം എന്നൊക്കെ ഉള്ളത് ഇവർക്ക് അറിയില്ല, എപ്പോഴും അറിയില്ല എങ്ങനെ ഞങ്ങൾ പ്രേമത്തിലായിന്നോ അല്ലെങ്കിൽ എത്ര കൊല്ലം പ്രേമിച്ചു എന്നൊന്നുള്ള. അതെ, ഇപ്പോഴും എന്റെ വീട്ടുകാരെപ്പോഴും ഇത് ഇങ്ങനെ ഇങ്ങനൊന്നും ഇവർക്ക് അറിയില്ല. എത്ര വർഷം അറിയാം, പ്രേമിച്ചു എന്നുള്ളത് അറിയാം, പക്ഷെ എത്ര വർഷം, 5 വർഷം എന്നൊക്കെ പറയുമ്പോ അമ്മ ഇവളപ്പ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രേമിച്ച് അങ്ങനെ കല്യാണം കഴിച്ച് മൂപ്പര തലയിലായി. മൂപ്പര് പറയുന്ന മൂപ്പര തലയിലായി. പ്രശോഭ് എന്നാ പേര്, പ്രശോഭ്. മോള് ഇഷാനി. ഇപ്പം മോള് 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുക. മോള് എന്നെക്കാളും ഭയങ്കര ഡീസന്റ്. അതാ അതിന്റെ ഒരു ഇവളെ പോലെയല്ല അവള്. അവള് ഭയങ്കര അമ്മയ്ക്കൊന്ന് ഒതുങ്ങി നടന്നൂടെ? ആ ഭൂതത്തിന്റെ സ്കിറ്റിൽ ഫസ്റ്റ് എൻട്രി ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരുന്ന് കാണുക സ്കിറ്റ്. അമ്മായിമ്മ ഉണ്ട്, അച്ഛനുണ്ട്, അച്ഛൻ, അമ്മ, ഞാന്, ഹസ്ബൻഡ് എല്ലാരും കൂടെ ഇരുന്ന് കാണുന്ന സമയത്ത് ഇവള് ഈ എൻട്രിയിൽ ഞാനൊരു പ്രത്യേക സ്റ്റെപ്പ് കളിച്ചു വരുമ്പോ ഇവള് എന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കി എന്താണ് അമ്മയെ കാണിക്കുന്നത്? ഇവക്ക് അങ്ങനെയൊക്കെയാ, അമ്മയ്ക്ക് സ്റ്റാൻഡേർഡിൽ അങ്ങനെയൊക്കെ പറയും. ദൃശ്യാന്റി അതുണ്ടല്ലോ, ദൃശ്യന്റെ കേശു ഉറങ്ങിയോ? കേശു ഉറങ്ങിയില്ല. ഇവളുടെ ഫോട്ടോസ് ചെറിയ കോപ്പി അങ്ങനെയാണ്. പക്ഷെ സ്വഭാവം തീരെ ഞങ്ങൾ രണ്ടുപേരായിട്ട് മാച്ച് അല്ല. ഞങ്ങൾ ഭയങ്കര വൈബിന്റെ ആൾക്കാരാണ്. ഹസ്ബൻഡ് എക്സ്ട്രാ ഡീസന്റ് അവള്. അവള് പ്രായത്തിനേക്കാളും ഭയങ്കര ഉപദേശമൊക്കെ തരും എനിക്ക്. അമ്മ കുറച്ചുകൂടെ കഥ പറയണം. കേശുവിന്റെ മോനെ ഭയങ്കര വികൃതിയാ. ഒരു മാന്ത് ഇവിടെ അങ്ങ് മാന്തി ഇവിടെ ഇങ്ങനെ പാട് വന്നേ നമ്മളൊക്കെ അവിടെ കരയും. ഇഷാനിന്റെ കണ്ണ് നിറഞ്ഞിരിക്കും. എന്നിട്ട് ഇഷാനി വേദനിക്കുന്നുണ്ടോ? ഇല്ല ആന്റി, കുഴപ്പമില്ല. കുഴപ്പമില്ല, ചെറിയൊരു നീറ്റലുണ്ട്. വെള്ളാക്കിയപ്പോഴേ കണ്ണ് നിറഞ്ഞിരിക്കും. പക്ഷെ വേറെ പിള്ളേരാണെ കരഞ്ഞു. ഇവിടെ അമ്മേനൊക്കെ ഉപദേശിച്ചിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ അമ്മ ഒരു ദിവസം പെങ്ങളെ മോന് വയ്യാതായി എന്നാണ് കോൾ വന്നപ്പോ ഇങ്ങനെ മോന് വയ്യാതായി അമ്മമ്മ കരയണ്ട, അമ്മമ്മ വിഷമിക്കണ്ട, സൂര്യക്ക് വേഗം മാറിക്കോളും, അമ്മമ്മ വിഷമിക്കണ്ട, ഇവിടുന്ന് വിഷമിച്ചിട്ട് കാര്യമില്ല. അവർക്ക് അവിടെ ഡോക്ടറെ കാണിച്ചാൽ മതിയല്ലോ അസുഖത്തിന്, അങ്ങനെ ഇവിടുന്ന് വിഷമിക്കണ്ട, അങ്ങനെയൊക്കെയാ പറയാ. എന്നെ ഉപദേശിക്കും. പറഞ്ഞു വന്നത് ഇവളെക്കാളും ബുദ്ധിയും വിവരവും എനിക്ക് ഒരു പ്രതീക്ഷയില്ല. മോൻ അടിപൊളിയാ. അടിപൊളിയാന്ന് വെച്ചാൽ അവന് ഇപ്പോഴേ മിമിക്രി ഒക്കെ ചെയ്യൂട്ടോ. ബമ്പർച്ചിരിയില് അല്ല കുറച്ചും കൂടെ ബെറ്ററാ. ഞാൻ പഠിപ്പിക്കുന്നല്ലേ, അതാ ഞാൻ പഠിപ്പിക്കും. ഇവള് പഠിപ്പിക്കും. ഇവിടെ പറയാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല. നാളത്തെ കുട്ടി ആൾക്കാരായിരുന്നു എല്ലാരും നോക്കുമ്പോ ഞാൻ അങ്ങനെ എന്റെ കുട്ടിയല്ല. മിമിക്രി, കോഴി, കാക്ക ഇങ്ങനത്തെ ഒക്കെ പറയും. പിന്നെ ബമ്പർച്ചിരിയിൽ ഈ 8ാം മാസം തൊട്ട് വന്നോണ്ട് അവിടെ എല്ലാവർക്കും ഇവനോടും ഭയങ്കര കാര്യമാണ്. നടന്ന് പിച്ച് വെച്ച് നടന്നത് അവിടെയാ. കാരണം ഒരു മാസം നമ്മളിങ്ങനെ എല്ലാ ഷെഡ്യൂളും പോവല്ലേ.
എല്ലാരും പേരെടുത്താ വിളിക്കുക. മഞ്ജു മഞ്ജു, കാർത്തിക് സൂര്യനെ കാർത്തി, പിഷാരടിനെ പിഷു, എല്ലാരും വിളിക്കും. എല്ലാരും മടിയിലിരുത്തി പേരിട്ടവരെ. നിങ്ങൾ മറ്റേ നിർവയറാവുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് കുട്ടീൻ്റെ ആയിട്ടൊക്കെ പോയപ്പോ ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അങ്ങനെയായിരുന്നു എല്ലാവരും നോക്കിയിരുന്നത്? എല്ലാരും അല്ല തള്ളേന്ന് വിളിക്കാൻ തള്ളേന്ന് വിളിക്കാൻ തുടങ്ങി. എന്ത് ഡ്രസ് ഇട്ട് തള്ളേത് എന്തിനാ തള്ളേതിട്ട് ഇപ്പൊ ഞാൻ ഇതിട്ടാലും ഇങ്ങനെയാ, ഈ തള്ളക്കൊന്നും വേറെ പണിയില്ല. ഇത് പ്രത്യേക ഡെഡിക്കേറ്റ് ചെയ്യണം. അഖിൽ അകേഷ് തള്ളേന്നേ വിളിക്കുള്ളൂ തള്ളച്ചിമാര്. നിങ്ങൾ തന്ത വൈബ് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മള് തന്താരായില്ലല്ലോ. ഞങ്ങക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലല്ലോ ഞങ്ങൾ വൈബിന്റെ ആൾക്കാരല്ല. ഇവരൊക്കെ അങ്ങനെ തള്ളേന്ന് വിളിക്കെങ്കിലും ഞങ്ങള് വണ്ടിയിൽ ട്രാവലറിലാ വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ഇടാൻ ഇറങ്ങണമെങ്കിൽ ഞങ്ങള് വേണം, പാട്ടൊക്കെ ഇട്ടിട്ടെ വൈബാക്കണമെങ്കിൽ ഞങ്ങള് വേണം. എന്നിട്ട് പറയും തള്ളയാണെന്നുള്ളൂ, പക്ഷെ വൈബ് തള്ളയുടെ അല്ലാന്ന് പറയും. തള്ളാന്ന് പറയുന്ന കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വിളിക്കുന്ന, ഞങ്ങൾക്ക് അത്ര പ്രായമൊന്നുമില്ല. ഞങ്ങൾക്കല്ലേ അങ്ങനെയാണോ? എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല, സ്വതവേ ഞാൻ അങ്ങനെ ഒരാളല്ല. ഇവിടെ അതിന്റെ ഒരു ഞാൻ ഈ സീനിലേ ഇല്ല. ഞങ്ങളാണ് ഇത് അങ്ങോട്ട് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അന്നാ ഞങ്ങളും നല്ല കുറിപ്പുകൾ വരല്ലേ ഫേസ്ബുക്കില്. ഇപ്പോൾ ആലോചിച്ച ഫേസ്ബുക്കിന്റെ കാര്യം. അല്ല നിങ്ങളിങ്ങനെ സ്കിറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റേ ഈ കാർത്തിക് സൂര്യയുടെ ഒക്കെ തലേനൊക്കെ വെച്ച് പറയില്ലേ, തല ഇപ്പൊ ക്രീം കൊണ്ട് തിരിച്ച മാതിരി ഉണ്ട്. അതൊക്കെ ഇപ്പൊ ശരിക്കും അങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല, അങ്ങനെ ശരീരത്തെ പറ്റി പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ആണല്ലോ. എന്നാലും അത് കേട്ടിട്ട് ആളുകൾ ചിരിച്ചിട്ടുണ്ട്. വേറെ ആലോചിക്കാണ്ട് അങ്ങനെ ചെയ്യാ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ അവിടെ തിരുപ്പതി ലഡു, ഇവള് മഞ്ഞ സാരി ഉടുത്തപ്പോ തിരുപ്പതി ലഡു എന്ന് വിളിക്കുന്നത്. പിന്നെ എന്താ ഭൂതം വന്നപ്പോ ഉജാലക്കുപ്പി. അത് മാത്രമല്ല, നമ്മൾ സ്കിറ്റിനകത്തുണ്ടായിരുന്നു ഇവളിങ്ങനെ ഇങ്ങനെ ഷോൾ ഇട്ടിട്ട് തിരിഞ്ഞു നിൽക്കുമ്പോ ഇതാരാ ഭരണി തുണിയിട്ട് മൂടിയിട്ടെന്നൊക്കെ ചോദിക്കും. സിമ്പിൾ ആയിട്ട് അത് പറയുന്നതിന്റെ മീറ്ററിനനുസരിച്ചിരിക്കും. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോകുന്ന എത്രയോ ആളുകൾ ചിരിക്കുന്നതും അതാ. ചിരിച്ചു കഴിഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ട് ചീത്ത പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ചിരിക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ട് പോയ വിഷയമല്ല. എങ്ങനെയുണ്ട് ഈ ആരാധകരുടെ ഒരു കടന്നുകയറ്റം? കടന്നുകയറ്റം എന്ന് പറയുമ്പോൾ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാട്ടോ. നമ്മള് ഭയങ്കര സപ്പോർട്ട്. നമുക്ക് യൂട്യൂബിൽ നമ്മള് സ്കിറ്റ് വന്നു കഴിഞ്ഞാല് മറ്റു സ്കിറ്റുകളെ അപേക്ഷിച്ചിട്ട് മോശം കമന്റ്സ് ഇല്ല എന്നല്ല, കാരണം അതിന് ആളുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ നല്ല ഒരുപാട് നമ്മള് കോംബോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, നമ്മൾ സ്ലാങ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. കോഴിക്കോട് സ്ലാങ്ങിന്റെ ഫാൻസ് നല്ല സപ്പോർട്ട് ഉണ്ട്. സെൽഫി എടുക്കും എന്ന് പറയും. എവിടെ പോയാലും ഏതെങ്കിലും ഒരാളെങ്കിലും തിരിച്ചു അത് ബമ്പർ ചിരി കൊണ്ടാണ് സത്യം. അതിൽ മഴവിൽ മനോരമയോടും ബമ്പർ ചിരി ഉദ്ഘാടനത്തിനൊക്കെ പോയി, കൊറേയൊക്കെ പോയി. എന്താ ചെയ്യാ, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ പോകും. വായ തുറന്നാലമ്പ, അതുകൊണ്ട് ഇരിക്കും. പോയി കുറെ ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടി, സ്വീകരണങ്ങളൊക്കെ കിട്ടി. ഈ ഷീൽഡൊക്കെ എന്ത് ചെയ്യുന്നു? അലമാര ഷെൽഫൊക്കെ നിറച്ചിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ കോഴിക്കോട് സ്ലാങ് പിടിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ പണ്ടൊക്കെ സ്കിറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ അച്ചടി ഭാഷയല്ല സംസാരിക്കുക. സ്കിറ്റിന് തന്നെ ഒരു ഭാഷയൊക്കെ ഉണ്ടായിരുന്നു ആളുകൾ സംസാരിക്കുന്നത്. ഇപ്പൊ കോഴിക്കോട് സ്ലാങ്ങിനെ പിടിക്കാന്നുള്ള ആദ്യമായിട്ടുള്ള ഐഡിയ ഞങ്ങള് സംസാരിക്കും, ഞങ്ങളിങ്ങനെ വർത്താനം പറയുന്ന അതിലാണല്ലോ. അപ്പൊ പിന്നെ വേറെ ഭാഷ പിടിക്കണം എന്നുള്ളൊരു ചിന്ത ആദ്യം തൊട്ടേ നമ്മൾ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് സ്ലാങ്ങിലെ സംസാരിച്ചു. നമ്മളെ ഫസ്റ്റ് സ്കിറ്റ് അതാണ്. ഞാനും എന്റെ കൂടെ ഉള്ള പേരും കൂടെ അതേ സെയിം ക്യാരക്ടർ എടുത്താൽ കോഴിക്കോട് സ്ലാങ്ങിൽ ഫസ്റ്റ് സ്കിറ്റ് ചെയ്തു. അത് ഫസ്റ്റ് സ്കിറ്റ് ബമ്പറായിരുന്നു. ബമ്പറായപ്പോൾ ജഡ്ജസ് പറഞ്ഞതും അവിടെ ഫ്രഷ് ആയിട്ട് അപ്പം കോഴിക്കോട് സ്ലാങ്ങിനോട് ആളുകൾക്ക് ഒരു ഇഷ്ടമുണ്ട്, അതിന് കുറെ കമന്റ്സ് ഒക്കെ വന്നപ്പോൾ അവര് അത് തന്നെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു. ഹരീഷേട്ടനൊക്കെ സ്കിറ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം പിന്നെ കോഴിക്കോട് സ്ലാങ് അശ്വിൻ അമ്മ അവർക്ക് ആളുകൾ പിന്നെ ബമ്പർ ചിരിയിലേക്ക് വന്നപ്പോൾ അശ്വിൻ അമ്മ കോംബോ ഓഫ് സ്ക്രീൻ എങ്ങനെയാ? സ്ക്രീൻ എങ്ങനെയാന്ന് വെച്ചാ ഇതൊക്കെ വരുമല്ലോ, കുഴപ്പമില്ല. മറ്റുള്ളവരുടെ ജീവിതം നിങ്ങൾക്ക് നിങ്ങളല്ലാതെ ഇഷ്ടമുള്ള വേറെ ഏതാ പേരുള്ളത്? ചെറുതാകുമ്പോ തൊട്ടിട്ട് അവിടെ ഉണ്ട്. 2 ദിവസം മുമ്പ് ഫോട്ടോസ് എങ്ങനെ എടുത്തു നോക്കിയിട്ടില്ലേ? സീസൺ 1 ഇവര് വരുമ്പോ ഉള്ളൂ ഇത്ര പെട്ടെന്ന് എടുത്തിട്ടുണ്ട് എവിനെയും കെവിനെയും പെട്ടെന്ന് വലിപ്പം വെച്ച്. പിന്നെ ശിവപ്രസാദ്, അരുൺ ബെല്ലാൻഡ്, നമ്മളെ നല്ല കട്ട രാധികേച്ചി ഉണ്ട്, അഖിൽ അഗേഷ് ഉണ്ട്,
ഞങ്ങളെ തള്ളേന്നേ വിളിക്കുള്ളൂ, എന്നാലും പിള്ളേരെ ഞങ്ങൾക്ക് ഇഷ്ടം. അധികേച്ചിയുണ്ട്, അങ്ങനെ കുറെ പേര് മായാവി, അനു, അങ്ങനെ കുറെ പേര്. സ്റ്റാൻഡപ്പ് ഒക്കെ ചെയ്യണം ആഗ്രഹിച്ചിട്ടുണ്ടോ? സ്റ്റാൻഡപ്പ് കോമഡി സ്റ്റാൻഡപ്പ് പക്ഷെ നമുക്ക് ചേരുന്ന ഒരു സാധനമല്ല സ്റ്റാൻഡപ്പ്. സ്റ്റാൻഡപ്പ് ചെയ്ത് നമുക്ക് നിന്നിട്ട് പറയണേ, നമുക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയാം. ഇപ്പൊ തന്നെ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ഇവിടെ അത് പറഞ്ഞു വെറുതെ നിന്ന് ചെയ്യാന്ന് പറയുമ്പോ അത് വെറുതെ നിന്ന് ചെയ്യാന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് ഇതാകുമ്പോ ഒരാൾക്ക് പോയാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള പ്ലേ. നിങ്ങൾ ഭയങ്കര ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നടക്കണ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? എത്രയോ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. എന്ത് കാര്യം ഞങ്ങൾക്കൊരു വിഷമം വന്നാൽ അത് വിഷമല്ല, ഞങ്ങൾക്ക് വിഷമങ്ങളും ഇല്ല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. മറ്റേ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ എന്തിനാ ഇത്രയും നേരം മനസ്സിലായില്ല. അതാ ഞങ്ങളെ അവസ്ഥ. കാരണം ഞങ്ങൾ അവിടെ വിഷമിച്ച് നിൽക്കലേ ഇല്ല. ഇനിയിപ്പോ അഥവാ ഞങ്ങൾ പറഞ്ഞൊരു ഒരു എക്സാമ്പിൾ, പേരൊന്നും പറയണ്ട, എനിക്ക് ആ സന്ദർഭം മാത്രം പറഞ്ഞാൽ മതി. നമ്മളിപ്പോ വിഷമിച്ചിട്ട് ചില സമയത്ത് സ്കിറ്റ് ഒന്നും ആവത്തപ്പോ നമ്മള് കരയും. കാരണം നമ്മൾ മനുഷ്യന്മാരാണല്ലോ. കാട്ടി കരയും പോലെ കരയും. പറഞ്ഞ കരയുമ്പോ ചില ആൾക്കാർ ഓ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പറ്റും ജീൻസ് ഇട്ട് വന്നിട്ടുണ്ടല്ലോ ഓടി അവിടെ വെറുതെ കരയാണ്, അഭിനയിക്കാൻ എണീറ്റ് പോകുന്ന ഓർമ്മയില്ല. നമ്മൾ സോഫയിൽ ഇങ്ങനെ കരയുന്ന സമയത്ത് ഓ നിങ്ങൾക്കോ എന്നിട്ട് ഓവറാക്ഷൻ കാണിക്കാതെ എണീറ്റ് പോടി അങ്ങനെ അറിയാം. കാരണം ഞങ്ങൾ അങ്ങനെ നിക്കല്ലേ, ഇങ്ങനെ ഇപ്പൊ ടെൻഷനും കരഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പൊ തന്നെ ചിരിച്ച് വൈബായിട്ട് പോകട്ടോ. അത് വേറെ കാര്യം, ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സ്കിറ്റിന്റെ പ്രാക്ടീസ് അത് എത്ര സമയം എടുക്കും? നിങ്ങൾ എത്ര നേരം പ്രാക്ടീസ് ചെയ്യും? നമ്മൾ രാവിലെ പോയി വൈകുന്നേരം വരെ നമ്മള് അവിടെ സ്റ്റുഡിയോയിലാണ് പ്രാക്ടീസ്, ഗ്രൂമിങ്, പ്രാക്ടീസ് ഒക്കെ. പിന്നെ പിറ്റേന്ന് അതേപോലെ അങ്ങനെ 4 ദിവസം നമ്മൾ ഇവിടെ പോകുമല്ലോ. പോയിട്ട് നമ്മളിങ്ങനെ പ്രാക്ടീസ് ഓരോ സമയങ്ങൾ. ഞങ്ങള് റൂമിൽ വന്നു കഴിഞ്ഞാല് ചിലപ്പം നമ്മളെ കൈ കിട്ടാത്ത സ്കിറ്റൊക്കെ ഒരു മണി 2 മണി വരെയൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. കാരണം മോനുള്ളതുകൊണ്ടായാലും മോനെ ഉറക്കിയിട്ടൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. പണിയായിട്ട് അങ്ങനെ തോന്നിട്ടോ? ഒരു ഭയങ്കര എന്തോ ഹാർഡ് വർക്ക് ചെയ്യുന്നു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സ്ക്രിപ്റ്റില് വർക്ക് ഞാനിങ്ങനെ ചോദിച്ചു, മറ്റേ ഇതെനിക്ക് പാഷനാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ചില സ്കിറ്റ് ഒന്ന് സെറ്റ് ആവണം. നമ്മള് അടുത്ത ഷെഡ്യൂൾ വരണ്ട, ഞങ്ങൾ അടുത്ത ഷെഡ്യൂൾ ആവുമ്പോ പെട്ടിയും ഞങ്ങൾ എങ്ങനെയാ ഭയങ്കര സത്യം സ്ട്രെസ്സാ. കാരണം തലേന്ന് നമുക്ക് ക്ലൈമാക്സ് ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവും. പിറ്റേന്ന് കളിക്കണം, ക്ലൈമാക്സ് ഇല്ലാതെ അത് പഠിക്കണം, പഠിച്ചാലല്ലേ കയറാൻ പറ്റും, നമുക്ക് ഓർമ്മയിൽ നിൽക്കണ്ടേ. അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ക്ലൈമാക്സ് കിട്ടിയിട്ട് പോയി കളിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ സ്കിറ്റ് ആയിരുന്നടാ. ലാസ്റ്റ് ക്ലൈമാക്സ് ഇങ്ങനെ ആക്കിക്കോന്ന് പറഞ്ഞിട്ട് ഇതോ ഊണിന്റെ ലാസ്റ്റിലേക്കാ കിട്ടുന്നത്. അതായത് 3 ക്ലൈമാക്സ് ഉണ്ട്. അപ്പൊ ഏത് എടുക്കും അങ്ങനെ ഒരു ഇത്. പിന്നെ അതേമാതിരി ഈ ഇതിന്റെ ചാർലി ചാപ്ലിൻ ആയിട്ടുള്ളതിന്റെ ലേറ്റ് ആയിട്ട് ലേറ്റ് അല്ല മേക്കപ്പ് ഇട്ടിട്ട് സുഹൃത്തെ രാവിലെ സുഹൃത്തേ അപ്പഴാ കിട്ടിയതാണ്. ഈ ലാസ്റ്റ് നിമിഷം ഇത് കിട്ടുന്ന സമയത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പറഞ്ഞു നോക്കൂ. അപ്പൊ നമ്മള് ലേപ്പിൽ വെച്ച് ഫ്ലോർ കേറുന്ന ഇനി ലേപ്പിൽ വെച്ചിട്ട് സംസാരിക്കരുതല്ലോ. ബാക്കിൽ പോയി അതാ ടെൻഷൻ നേരിൽ കേക്കാം. അപ്പൊ ലേപ്പിൽ ഓണായി അപ്പോഴും പ്രാക്ടീസ് ചെയ്യും. ടെൻഷൻ കേറി അത് കഴിയും വരെ. ഓരോ ജഡ്ജിമാരെയും പറ്റി ചോദിക്കാം, എന്താ മനസ്സിൽ വരണമെന്ന് ടപ്പെന്ന് പറയണം. മഞ്ജുജി ചേച്ചി ചിരി ഇങ്ങനെ എടുത്ത് കൈയടിച്ച് ചിരിക്കുന്ന ചിരി പാവ. അല്ല ബാക്കി ആരും പാവല്ല എന്നല്ല, പറയാം. സങ്കുറു ആണെങ്കിൽ സംഘം ചിരിക്കുന്ന ഒരു പ്രത്യേക ഇവിടെ അടക്കി വെച്ചിട്ട് ചിലപ്പോ ചിലത് കൗണ്ടറും ഇതൊക്കെ ചളിയൊക്കെ വീണ പിടിച്ചിട്ട് നമ്മളെങ്ങനെ ഇങ്ങനെ നിർത്തി പൊരിക്കും. പിന്നെ പുള്ളി അതിന്റെ ആളല്ലേ നിർത്തി പൊരിക്കും. അങ്ങനെ ഇറങ്ങിപ്പോടെ പോയിട്ട് വല്ല പഠിക്കും കൗണ്ടർ ഉണ്ടല്ലോ, ആ കൗണ്ടർ ആര് ചെയ്ത അപ്പൊ നമ്മള് വിചാരിക്കും ഞാൻ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ അത് നീ ഫ്രെയിം ചെയ്ത് തൂക്കണം വീട്ടിൽ. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്.
ലോജിക്കും. പുള്ളി ഒരു കഥ പറയാൻ തുടങ്ങിയ ആ കഥേന്റെ മുകളിൽ പിടിച്ച് 5 കഥ പറഞ്ഞിട്ടേ നിർത്തും. പിന്നെ നമ്മൾ പറഞ്ഞ കോമഡി ലോജിക്ക് നോക്കൂ എന്നുവെച്ചാൽ ഇപ്പം സപ്പോസ് നമ്മളിപ്പോ ഏതോ മരിച്ച കഥ അല്ലെങ്കിൽ കാക്ക എന്തെങ്കിലും ഇടോ മരിച്ച ആളെങ്ങനെയാണോ പുറത്തേക്ക് ഒന്ന് സംസാരിക്കുന്നത്, സംസാരിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ലോജിക്ക് നോക്കൂ. അതുകൊണ്ട് ഞങ്ങക്ക് പേടിയാ. അല്ല ഭൂതത്തിന്റെ കാര്യത്തിലൊന്നും പുള്ളി ലോജിക്ക് ഒന്നും ചോദിച്ചില്ലേ? ഭൂതത്തിന് പുള്ളി ഇല്ല. ആ ബിബിൻ ചേട്ടനായിരുന്നു. അങ്ങനെയല്ലടാ, നമ്മള് ചെറിയ ചെറിയ ഇങ്ങനെ സാധനങ്ങളല്ല, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറയും. നിങ്ങൾ ഫസ്റ്റ് അതായത് പിടിക്കും. ലോജിക്ക് നിർബന്ധമാക്കുന്നല്ല, ലോജിക്ക് സംസാരിക്കും. അതെങ്ങനെ അങ്ങനെ വരുന്നത് പറഞ്ഞിട്ട് പോയാൽ സംഭവത്തിൽ നമ്മൾ തുടങ്ങി, ചിലപ്പോ അത് പിന്നെ നമ്മൾ പറയില്ല, വിട്ടങ്ങ് പോയിട്ട് വേറെ പറയും. അപ്പൊ ചോദിക്കും നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞത് ഇതല്ലല്ലോ, പിന്നെ നിങ്ങൾ ഇതിലേക്ക് എങ്ങനെ വരുന്നു? അപ്പൊ അതുമായിട്ട് നിങ്ങൾ കണക്ഷൻ ഇല്ലാതായി. ലോജിക്കില്ല. വാക്കുകളുണ്ട്, ചില വാക്കുകൾ പറയും. നല്ല ഭയങ്കര പ്രോത്സാഹനം. സിനിമ എന്താന്നറിയില്ല, മലയാള സിനിമ വേണ്ട. മലയാള സിനിമ ഞങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞങ്ങൾ പറയും. ഏറ്റെടുത്തില്ലെങ്കിലും സൈഡിൽ കൂടെ പോകുന്ന വേഷമെങ്കിലും തരണമെന്ന്. അത് നല്ലൊരു വന്നൂടെ? TV ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ ഓരോ കഥകൾ ഇടയ്ക്കൊക്കെ ഓഫാക്കും. ചില സ്കിറ്റൊക്കെ നമ്മള് ഞങ്ങൾക്ക് തന്നെ കാണാൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് അങ്ങനെ വിളികളൊന്നും വന്നിട്ടില്ല. വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരാ നിങ്ങളുടെ റോൾ മോഡല് സിനിമയില്? സിനിമയിലോ? സിനിമയില് റോൾ മോഡൽ എന്ന് പറയാൻ നമ്മള് കഷ്ടപ്പെട്ടല്ല. അഭിനയം കണ്ടിട്ട് നമുക്ക് ഭയങ്കര ആരാധന തോന്നി. ഞാൻ എപ്പോഴും എങ്ങനെയാണെങ്കിലും എങ്ങനെ തലകുത്തി ചോദിച്ചാലും ഞാൻ ലാലേട്ടൻ ഫാനാണ്. ഞാനതിന് എങ്ങനെ ചോദിച്ചാലും ഞാൻ ലാലേട്ടൻ. എനിക്ക് പിന്നെ പുതിയ എത്ര പേര് ആരൊക്കെ വന്നാലും എനിക്ക് ലാലേട്ടനോട് എനിക്ക് ലാലേട്ടനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഫഹദിനൊക്കെ പിന്നെ ഇപ്പൊ നടികൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇപ്പോഴും ഉർവശി ശോഭനയിലാണ് നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ടേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഉർവശി നടികളെ കാര്യത്തിൽ ടൈമിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. കാല് തൊട്ട് ഞങ്ങൾ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട് മെമ്പർഷിപ്പിൽ വന്നപ്പോ. പിന്നെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടും. എത്രയോ നടന്മാരെ പറ്റി എന്തോ പറയുന്നുണ്ട്, ക്രഷിനെ പറ്റിട്ട്. മമ്മൂക്ക ഫാൻ. ഈ പേര് പറഞ്ഞ് ഞങ്ങള് പലപ്പോഴും അടി ഉണ്ടാവാറുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പോകുന്നുണ്ട്. ലാലേട്ടന് ഇഷ്ടമല്ലാന്നല്ല കേട്ടോ, ഒരു ചെറിയൊരു ഇഷ്ടം കൂടുതൽ ഉണ്ടാവുമല്ലോ. അല്ല ചിലരുണ്ടല്ലോ ഫാനാന്ന് പറഞ്ഞിട്ട് അവരെ ശത്രുക്കൾ അങ്ങനെ ആക്കി വെക്കുന്നതല്ല, ഇഷ്ടമല്ല അങ്ങനെയല്ല. എനിക്കെന്തോ ലാലേട്ടനെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. ഇപ്പൊ മറ്റേ ഇപ്പോഴും പറയുമ്പോൾ അമ്മ മഴക്കാരന് പാട്ടില്ലേ, പാട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അങ്ങനെ ഇങ്ങനെ സിമ്പിൾ അല്ലേന്ന്. പുള്ളി ഇങ്ങനെ ദോശ എടുക്കാൻ വേണ്ടിട്ട് വരുന്ന സമയത്ത് KPC ഇതാ ദോശ എടുത്തിട്ട് ഇളയ മോന് കൊടുക്കും. പുള്ളി അവിടെ കഞ്ഞി എപ്പൊ കണ്ടാലും ഞാൻ കരയും. എനിക്ക് ഭയങ്കര വിഷമം അത്. ഇവർക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ എനിക്ക് വിഷമം വരും. എനിക്ക് എന്താ അറിയില്ല, പുള്ളി ഇങ്ങനെ അത് വിഷമിച്ച് ഇങ്ങനെ പോകുന്നതാണ് എനിക്ക് എന്തൊരു വിഷമം വരും. ഞാൻ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഒന്നും ഞാൻ കാണുമല്ലോ, ഞാൻ അങ്ങനെ വെക്കുക കാണുകയില്ല. വന്ദനേ കണ്ടിട്ടില്ല, ഇഷ്ടമല്ല. ആളുകൾ വന്നിട്ട് ഇങ്ങനെ എന്താ പറയാ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയില്ല. അപ്പൊ ഇതൊരു പ്രഷറായിട്ട് വരുമോ? അല്ല ഒരു വട്ടം ബമ്പർ അടിച്ചു പിന്നെ ഇത് ബമ്പർ അടിക്കണം കാരണം നമ്മള് വേറെ കാര്യം വെച്ചിട്ടെ, അവിടെ നിങ്ങൾക്ക് തരുന്ന 50,000 ഉറുപ്പില്ലേ, അത് അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതുപോലെ കൊണ്ടിട്ട് എന്താക്കാനാ? ഗിഫ്റ്റ് ടാക്സ് ഒക്കെ എനിക്ക് മനസ്സിലായി. അതല്ലാണ്ട് അത് പ്രൈസ് മണി അല്ലാതെ അല്ലേ നമ്മൾ ഇതിനകത്ത് വെക്കുന്നതല്ലേ, നമ്മളെ അക്കൗണ്ടിലേക്ക്. നിങ്ങളെ തമാശ സംസാരം ഒക്കെ ടോപ്പാണ്. ഇനി അത് തന്നെ അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, ബമ്പർ ജീവിതം തുടർന്നു പോട്ടെ, സിനിമയിൽ കാണാൻ പറ്റട്ടെ. നേരത്തിന് കുറേ നന്ദി. ഒരു ആങ്കർ നിന്ന് കോഴിക്കോട് അല്ല കോഴിക്കോട് സുഹൃത്തുക്കളുണ്ട്, സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കോഴിക്കോട്. പറഞ്ഞുതരാം, നേരില്ല. ശരി, അപ്പൊ അപ്പൊ ഞങ്ങളെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂല് നമ്മൾ ആദ്യത്തെ ഇന്റർവ്യൂ അത് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നിങ്ങൾക്കാ. അപ്പൊ അതിന് ഞങ്ങൾക്ക് താങ്ക്സ് അങ്ങോട്ട് പറയണം, ഞങ്ങളെ ഇന്റർവ്യൂവിന് ഇവിടെ വിളിച്ചതിന്. ഉഷാറാവട്ടെ. അടിപൊളി.